ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന മാത്സ് സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം. നമ്മൾ 5 ആക്ടിവിറ്റീസിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. ഓരോ ആക്ടിവിറ്റീസിലും വന്നിട്ടുള്ള സബ് ക്വസ്റ്റ്യനും നമ്മൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. ആക്ടിവിറ്റി 2ഉം 5ഉം നിങ്ങൾക്ക് 2 പാർട്ട് തന്നിട്ടുണ്ട്. എയും ബിയും പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി, ആക്ടിവിറ്റി 2ലും ആക്ടിവിറ്റി 5ലും. നമുക്ക് ഇനി ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 1, സ്റ്റേറ്റ് സ്പോർട്സ് ഫെസ്റ്റ്. The time taken to complete 3000 meter race by 4 students in State Sports Fest 2025 is given below. 2025 സ്റ്റേറ്റ് സ്പോർട്സ് ഫെസ്റ്റിൽ 4 കുട്ടികൾ 3000 മീറ്റർ റേസിന് ഓടാനെടുത്ത സമയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 4 കുട്ടികളുടെ തന്നിട്ടുള്ളത്. അവരെത്രയാണോ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയമാണ് തന്നിട്ടുള്ളത്. ഷാരോൺ രാജു 9 മിനിറ്റ്സും 27 സെക്കൻഡ്സുമാണ് എടുത്തത്. മുഹമ്മദ് ബഷീർ 9 മിനിറ്റ്സും 15 സെക്കൻഡുമാണ് എടുത്തിട്ടുള്ളത്. എറോമൽ ഷാജി 9 മിനിറ്റ്സും 28 സെക്കൻഡ്സുമാണ്. ജഗന്നാഥൻ 9 മിനിറ്റ്സും 13 സെക്കൻഡ്സുമാണ് എടുത്തിട്ടുള്ളത്. സോ എല്ലാവരും ചെറിയ സമയത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എല്ലാവരും 9 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ്സിലാണ് ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇനി താഴെ ഇതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് താഴെയുള്ള ചോദ്യം നോക്കാം. ഇതേ മോഡലുള്ള ഒരു ക്വസ്റ്റ്യന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മെഷറിംഗ് ലെങ്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, റേസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് വന്നിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ചോദ്യം നോക്കിക്കേ, ഹൂ വോൺ ദ റേസ്? ആരാണ് റേസിൽ ജയിച്ചത്? ആരാണോ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓടി കംപ്ലീറ്റ് ആയി ചെയ്തത് അവരല്ലേ ഓട്ട മത്സരത്തിൽ ജയിക്കുക. ഏറ്റവും ആദ്യം തീർത്ത ആൾ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ തീർത്തത് ആരാണ്? ആൻസർ ജഗന്നാഥനാണ് വരുന്നത്. കാരണം 9 മിനിറ്റ്സും 13 സെക്കൻഡ്സും ഏറ്റവും കുറഞ്ഞ സമയം ജഗന്നാഥനാണ് എടുത്തത്. സോ ഇവിടെ റേസിൽ ജയിച്ചിട്ടുള്ളത് ജഗന്നാഥൻ. അടുത്ത ബി ക്വസ്റ്റ്യൻ. The 3000 meter final was on Thursday 23rd October 2025. Write the dates of Thursdays that comes just before and after it. 3000 മീറ്ററിൻ്റെ ഫൈനൽ നടക്കുന്നത് ഒക്ടോബർ 23 തേഴ്സ്ഡേ ആണ്. നമ്മളുടെ ചോദ്യം 23-ാം തീയതി തേഴ്സ്ഡേൻ്റെ മുൻപേ ബിഫോർ വരുന്ന തേഴ്സ്ഡേ വ്യായം വരുന്ന ഡേറ്റ് ഏതാണ്? ഇതിന് ശേഷം 23-ാം തീയതിക്ക് ശേഷം വരുന്ന വ്യായം തേഴ്സ്ഡേയുടെ ഡേറ്റ് ഏതാണെന്നാണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 23-ൽ നിന്ന് 7 കുറയ്ക്കുക. 23-ൽ നിന്ന് 7 കുറച്ചാലും എന്തായിരിക്കും? ആ ദിവസം വ്യാഴാഴ്ചയായിരിക്കും. അതിന് ശേഷമുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് 23-നോട് 7 കൂട്ടുക. 7 കൂട്ടിയാൽ ഏത് ഡേറ്റ് ആണോ കിട്ടുന്നത് ആ ഡേറ്റും വ്യായം തന്നെയായിരിക്കും. നമ്മുടെ ആൻസർ വരുന്നത് 16 ആണ്. 16-ാം തീയതി വ്യായമാണ്. പിന്നെ 30-ാം തീയതിയും വ്യായമാണ്. ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലേന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അടുത്തത് സി ക്വസ്റ്റ്യൻ. ഇവിടെ സമയം തന്നിട്ടുണ്ട്. ക്ലോക്കിൽ നിങ്ങൾ സമയം വരയ്ക്കാനാണ്. ഇതും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. 3:45 ആണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. സോ ഹവർ ഹാൻഡ് എവിടെ വരും? ചെറിയ കട്ടിയുള്ള സൂചി ഹവർ ഹാൻഡ് 3-ൽ നിന്ന് കഴിയാൻ വേണ്ടി തുടങ്ങുന്നുണ്ടാവും. സോ നിങ്ങൾ ജസ്റ്റ് 3-ന്റെ നേരൊക്കെയാണ് ഹവർ ഹാൻഡ് വരയ്ക്കേണ്ടത്. 45 എന്ന് പറയുന്നത് കറക്റ്റ് 9-ലാണ്. സോ മിനിറ്റ് ഹാൻഡ് നിങ്ങൾ 9-ലേക്ക് വരയ്ക്കുക. ഇനി അടുത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ സമയം തന്നിട്ടുണ്ട്. ക്ലോക്കിൻ്റെ ചിത്രം ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. കറക്റ്റ് ഏതാണെന്ന് നിങ്ങൾ ടിക്ക് ചെയ്യാണ് വേണ്ടത്. 4:45:15 എന്നാണ് നമ്മുടെ സമയം. 4:45:15 എന്നാൽ 4 ഹവറും 45 മിനിറ്റ്സും 15 സെക്കൻഡ്സുമാണ്. അതായത് ഹവർ ഹാൻഡ് 4-ന്റെ നേരെ ആയിരിക്കണം. മിനിറ്റ് ഹാൻഡ് 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9-ന്റെ നേരെ ആയിരിക്കണം. സെക്കൻഡ് ഹാൻഡ് 15 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3-ന്റെ നേരെ ആയിരിക്കണം. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ നിങ്ങൾ അവിടെ ഓപ്ഷൻ ബി ആണ് ടിക്ക് ചെയ്യേണ്ടത്.
ആക്ടിവിറ്റി 1 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇതിൽ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. സഞ്ജയ്ഗ ഡെപ്പോസിറ്റ് കളക്റ്റഡ് ഫ്രം ദി ക്ലാസ് ഓഫ് നീലമല LP സ്കൂൾ ഈസ് ഗിവൺ ബിലോ. നീലമല സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത സഞ്ജയ്ഗ ഡെപ്പോസിറ്റുകളുടെ എമൗണ്ട് ആണ് ഇവിടെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 1, 2, 3, 4 ക്ലാസ്സിൻ്റെത് തന്നിട്ടുണ്ട്. എമൗണ്ടും അതിൻ്റെ നേരെ തന്നിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ നിന്ന് 2150 ആണ്. രണ്ടാം ക്ലാസ്സിൽ നിന്ന് 4245 ആണ്. മൂന്നാം ക്ലാസ്സിൽ നിന്ന് 3200 ആണ്. നാലാം ക്ലാസ്സിൽ നിന്ന് 4238 ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വിച്ച് ക്ലാസ് കളക്റ്റഡ് ദി ഹയസ്റ്റ് എമൗണ്ട്. ഇതിലെ ഹയസ്റ്റ് എമൗണ്ട് ഏതാണെന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 4000 ഉണ്ട്. 4000 ആണ് കൂടുതൽ വലിയ എമൗണ്ട് എന്ന് വരുന്നത്. പക്ഷേ 4245 ഉണ്ട്, 4238 ഉണ്ട്. ഇതിൽ വലിയത് ഏതാണ്? 4245 ആണ്. സോ ഏത് ക്ലാസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ക്ലാസ് 2 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി എമൗണ്ട് ഫ്രം ദി ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമ്പർ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലുത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 4245 ആണ്. പിന്നെ വലുത് വരുന്നത് 4238 ആണ്. പിന്നെ 3200, പിന്നെ 2150. ഈ ഒരു ഓർഡറിലേക്കാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ മുകളിൽ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദി ക്ലാസ് 1 and 2. ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ നിന്നും കളക്ട് ചെയ്തതിൻ്റെ ടോട്ടൽ അത് കാണാൻ വേണ്ടിയിട്ട് ഒന്നാം ക്ലാസ്സിൻ്റെ എമൗണ്ടും രണ്ടാം ക്ലാസ്സിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. ഒന്നാം ക്ലാസ്സിൻ്റെത് 2150 ആണ്. രണ്ടാം ക്ലാസ്സിൻ്റെത് 4245 ആണ്. ഇത് രണ്ടും കൂട്ടി നോക്കിക്കേ. ഇവിടെ കിട്ടുന്ന ടോട്ടൽ 6395 എന്നാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഈസ് ദി എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 4 ദാൻ ദി എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 3. ക്ലാസ് 3നേക്കാൾ എത്ര കൂടുതലാണ് ക്ലാസ് 4 കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. അതായത് ഡിഫറൻസ് കാണണമെങ്കിൽ, വ്യത്യാസം കാണണമെങ്കിൽ 4ാം ക്ലാസ്സിൻ്റെതിൽ നിന്ന് 3ാം ക്ലാസ്സിൻ്റെത് കുറയ്ക്കാം. 4ാം ക്ലാസ്സിൻ്റെത് 4238 ആണ്. 3ാം ക്ലാസ്സിന് 3200 ആണ്. സോ 4ാം ക്ലാസ്സിന് 3ാം ക്ലാസ്സിനേക്കാൾ എത്ര കൂടുതലുണ്ട്? ഒന്ന് കുറച്ച് നോക്കിക്കേ. 4238 മൈനസ് 3200. നമുക്ക് ആൻസർ 1038 എന്ന് കിട്ടും. സോ 4ാം ക്ലാസ്സിന് 3ാം ക്ലാസ്സിനേക്കാൾ എത്ര കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്? 1038 ആണ്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ, പിക്ക് എ ടിക്ക് മാർക്ക് ഓൺ ദി റൈറ്റ് പാറ്റേൺ ഗിവൺ ബിലോ. ഇവിടെ താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ നോക്കിയിട്ട് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളതിൽ ഏത് പാറ്റേൺ ആണ് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളത്, ഒരു സെയിം വ്യത്യാസത്തിൽ പോകുന്നത് എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ പാറ്റേൺ നോക്കിക്കേ. ഡിഫറൻസ് ആദ്യം വരുന്നത് ആദ്യത്തെ 2 തമ്മിലുള്ള വ്യത്യാസം 500 ആണ്, പിന്നെ 500 ആണ്. പക്ഷെ അടുത്ത നമ്പറുമായിട്ടുള്ള വ്യത്യാസം 1000 വന്നു. സോ ഈ പാറ്റേൺ കറക്റ്റ് രീതിയിലല്ല പോകുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ്. രണ്ടാമത്തെ പാറ്റേൺ നോക്കിക്കേ. 2655, 2756, 2857, 2958. പാറ്റേൺ കറക്റ്റ് ആണ്. ഇതിലുള്ള എല്ലാ നമ്പറുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 101 ആണ്. സോ ഇതൊരു പാറ്റേൺ കറക്റ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സോ ഇതിന് നിങ്ങൾ ടിക്ക് കൊടുക്കുക. ആൻസർ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തേത് സി പാറ്റേണും ഡി പാറ്റേണും ഒന്നും കറക്റ്റ് അല്ല. അത് രണ്ടിനും സെയിം ആയിട്ടുള്ള ഡിഫറൻസിലല്ല പോകുന്നത്. ഇവിടെ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 2 ബി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചോദ്യം നോക്കാം. നന്മ ക്ലബ് സ്റ്റാർട്ടഡ് എ തട്ടുകട ടു റൈസ് ഫണ്ട്സ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്. നന്മ ക്ലബ് എന്ന് പറഞ്ഞത് ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? അവർക്കൊരു പ്ലേ ഗ്രൗണ്ട്
ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ട്. ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദി ഷോപ്പ് ഈച്ച് ഡേ ഈസ് ഗിവൺ ബിലോ. ഓരോ ദിവസവും ഈ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡേകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ എത്രയാണോ ആ ദിവസം കിട്ടുന്ന എമൗണ്ട് ആണ് സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുള്ളത്. മൺഡേ 7,985 ആണ് കിട്ടുന്നത്. ട്യൂസ്ഡേ 7,455. വെനസ്ഡേ 8,494. തേഴ്സ്ഡേ 8,980. ഫ്രൈഡേ 8,593 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് തട്ടുകടയിൽ നിന്ന് അവർക്ക് ഓരോ ദിവസവും കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതുമായി നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ എ, വിച്ച് ഡേ ഡിഡ് ദേ ഗെറ്റ് ദി ഹൈയസ്റ്റ് എമൗണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൽ അവർക്ക് ഏത് ദിവസമാണ് കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ളത് ദിവസമാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം ഏറ്റവും വലിയ എമൗണ്ട് ഏതാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ 8,000-ലാണ് തുടങ്ങുന്നത്. പക്ഷേ 8,000 വരുന്നത് ബുധനും വ്യാഴവും വെള്ളിയും വരുന്നുണ്ട്. ഇതിൽ ഏതാണ് കൂടുതൽ നോക്കിക്കേ. 8,494 ആണോ, 8,980 ആണോ, 8,593 ആണോ വലുത്? 8,980 ആണ്. സോ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് തേഴ്സ്ഡേ ആണ്. ആൻസർ തേഴ്സ്ഡേ. അടുത്ത ബി ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി എമൗണ്ട് ഫ്രം ദി സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഈ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ഇവിടെ നിങ്ങളടുത്ത് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കിക്കേ. എമൗണ്ട് ഏതാണ്, അതാണ് ആദ്യം നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ 7,455 ആണ് ചെറുത് വരുന്നത്. പിന്നെ വരുന്നത് 7,985 ആണ്. പിന്നെ ചെറുത് വരുന്നത് 8,494, പിന്നെ 8,593, പിന്നെ ലാസ്റ്റ് 8,980. ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ എമൗണ്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ എഴുതി കൊടുക്കുക. അടുത്തത് സി ക്വസ്റ്റ്യൻ, ഷോ ദി എമൗണ്ട് കളക്റ്റഡ് ഓൺ ഫ്രൈഡേ ഇൻ അബാക്കസ് ബൈ ഡ്രോയിങ് ബീഡ്സ്. ഇവിടെ അബാക്കസിൽ ബീഡ്സ് വരച്ചുകൊണ്ട് എത്രയാണ് ഫ്രൈഡേ കളക്ട് ചെയ്ത എമൗണ്ട് ആണ് ഇവിടെ നിങ്ങളടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രൈഡേയിലത്തെ എമൗണ്ട് എത്രയാണെന്ന് നോക്കിക്കേ. 8,593 ആണ് നമ്മൾ അബാക്കസിൽ വരച്ചു കൊടുക്കേണ്ടത്. 8,593 എന്ന് പറയുന്നതിൽ 3 ആണ് മക്കളെ വൺസ്, 10ന്റെ പ്ലേസിലുള്ളതാണ് 9, 100ന്റെ പ്ലേസിലുള്ളത് 5 ആണ്, 1000ന്റെ പ്ലേസിലുള്ളത് 8 ആണ്. സോ നിങ്ങൾ അവിടെ 1ന്റെ മുകളിലായിട്ട് 3 മുത്തുകൾ വരയ്ക്കുക, 10ന്റെ മുകളിലായിട്ട് 9 മുത്തുകൾ വരയ്ക്കുക, 100ന്റെ മുകളിലായിട്ട് 5 മുത്തുകൾ വരയ്ക്കുക, 1000ന്റെ മുകളിലായിട്ട് 8 മുത്തുകളുമാണ് വരച്ചു കൊടുക്കേണ്ടത്. അബാക്കസിൽ അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. ആദ്യം വൺസ്, പിന്നെയാണ് ടെൻസ്, പിന്നെ 100, പിന്നെ വരുന്നതാണ് 1000. ഓക്കെ, ഞാനിവിടെ ലൈൻസ് ആണ് വരച്ചിട്ടുള്ളത്. നിങ്ങളിവിടെ മുത്തുകളായിരുന്നു വരയ്ക്കേണ്ടത്. ഡി ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദി അബാക്കസ് ടു ചേഞ്ച് ദി എമൗണ്ട് കളക്റ്റഡ് ഓൺ ഫ്രൈഡേ to the amount collected on Wednesday. Put a tick mark on the right option given below. ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ എമൗണ്ടിൽ നിന്നും ബുധനാഴ്ചത്തെ എമൗണ്ട് ആവാൻ വേണ്ടിയിട്ട് എന്ത് മാറ്റമാണ് നമ്മൾ അബാക്കസിൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബുധനാഴ്ചത്തെ എമൗണ്ട് വരുന്നത് 8,494 ആണ്. വെള്ളിയാഴ്ചത്തെ വരുന്നത് 8,593 എന്നാണ്. രണ്ട് നമ്പർ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. വൺസിൻ്റെ പ്ലേസിൽ ബുധനാഴ്ച 4 ആണ്, വെള്ളിയാഴ്ചത്തേൽ 3 ആണ്. ടെൻസ് പ്ലേസിലുള്ളത് സെയിം ആണ്. ഇനി 100 പ്ലേസിലുള്ളത് ബുധനാഴ്ചയിൽ 4 ആണ്, വെള്ളിയാഴ്ചയിൽ 5 ആണ്. 1000 പ്ലേസിലുള്ളത് സെയിം ആണ്. നമുക്ക് വെള്ളിയാഴ്ചത്തെ എമൗണ്ട് ബുധനാഴ്ചത്തെ എമൗണ്ട് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 100 പ്ലേസിൽ നിന്ന് ഒരു മുത്തെടുക്കുക. അപ്പോൾ അവിടെ 4 നയിലെ ബുധനാഴ്ചതുപോലെ തന്നെയായി. എന്നിട്ട് ആ മുത്തിനെ 1 പ്ലേസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ 4 ആയി. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടേക്ക് എ ബീഡ് ഫ്രം 100 പ്ലേസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദി വൺസ് പ്ലേസ് ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 3 ആണ് സേവിങ്സ്. ലുക്ക് അറ്റ് ദി എമൗണ്ട് വിത്ഡ്രോൺ ഫ്രം നിഷ സേവിങ്സ്. ഇവിടെ നിഷയുടെ സേവിങ്സിൽ നിന്നും വിത്ഡ്രോൺ എന്ന് പറഞ്ഞാൽ
പിൻവലിച്ച എമൗണ്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ടേബിൾ ശ്രദ്ധിച്ച് ഇവിടെ അവൾ ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്. 2/5/2025 അവൾ നിക്ഷേപിച്ചത്, ഡെപ്പോസിറ്റ് ചെയ്തത് 9,980 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ അവിടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ബാലൻസ് എന്ന് പറയുന്നത് 9,980 തന്നെയാണ്. ഇനി അവൾ വിത്ഡ്രോൺ ചെയ്തു. അവൾ ഈ ഡെപ്പോസിറ്റ് ചെയ്തതിൽ നിന്ന് കുറച്ച് പൈസ അവൾ പിൻവലിച്ചു. എത്ര പൈസയാണ് അവൾ പിൻവലിച്ചത്? 4,000 രൂപ, 4,000 രൂപയാണ് അവൾ പിൻവലിച്ചിട്ടുള്ളത്. 8/8/2025 സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് ഇൻ നിഷ സേവിങ്സ്. നിഷയുടെ സേവിങ്സിൽ ഇപ്പോൾ എത്രയാണ് ബാലൻസ് ആയിട്ടുള്ളത്? 9,980 ഉള്ളതിൽ നിന്ന് അവൾ 4,000 ആണ് പിൻവലിച്ചത്. സോ നമുക്ക് 4,000 കുറയ്ക്കാം. സോ 9,980 മൈനസ് 4,000 വരുന്നത് 5,980 ആണ്. സോ ബാലൻസ് എമൗണ്ട് 5,980 ആണ് വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു 4,000 റുപ്പീസ്, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് കറക്റ്റ് 4,000-ന് ഈക്വൽ ആയിട്ട് പറയുന്നത് എന്നാണ്. രണ്ടാമത്തത് 6,500 ഉണ്ട്. 6 500കളുണ്ട്, 650 ഉണ്ട്. ഇവിടെ 6,500, 6,500 എന്ന് പറയുന്നത് 3,000 ആണ് വരുന്നത്. 650 എന്ന് പറയുമ്പോൾ 300 ആണ് വരിക. പക്ഷേ നമ്മുടെ എമൗണ്ട് 3,300 അല്ലേ കിട്ടുക? അത് തെറ്റാണ്. നമുക്ക് 4,000 വേണം. അടുത്തത് 6,500 ഉണ്ട്. 6,500 3,000 ആണ്. 5,100 500 ആണ്. അപ്പോൾ നമ്മുടെ എമൗണ്ട് 3,500 ആണ് വരിക. അതും തെറ്റാണ്. അടുത്ത് നോക്കിക്കേ, 6,500 3,000 വരും, 5,200 1,000 വരും. സോ നമുക്ക് 3,000 പ്ലസ് 1,000 4,000 കിട്ടി. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സി ക്വസ്റ്റ്യൻ, നിഷ വെന്റ് ടു ടെക്സ്റ്റൈൽ ഷോപ്പ് വിത്ത് ദി മണി ഷീ ഹാഡ് വിത്ത്ഡ്രോൺ. അവർ പിൻവലിച്ച പൈസയുമായിട്ട് അവളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. ലുക്ക് അറ്റ് ദി പ്രൈസ് ആൻഡ് ദി ഐറ്റംസ്. ഇവിടെ ആ ഷോപ്പിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള ഐറ്റംസും അതിൻ്റെ റുപ്പീസ് പൈസയുമാണ് തന്നിട്ടുള്ളത്. ടീഷർട്ടിന് 360 റുപ്പീസാണ്, ജീൻസിന് 1,150 ആണ്, ഫ്രോക്കിന് 795 ആണ്. ഹൗ മച്ച് ഡിഡ് ഷീ സ്പെൻഡ് ടു ബൈ ഓൾ ദി തിങ്സ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര പൈസയാണ് അവൾ ചിലവാക്കിയത്? സോ എത്രയാണ് അവൾ ചിലവാക്കിയതെന്ന്, സ്പെൻഡ് ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടാൽ മതി. നമുക്കിത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ 2,305 കിട്ടിയത്. ഈ ക്വസ്റ്റ്യൻ, വെൻ നിഷ ബോട്ട് എ ബാഗ് അലോങ് വിത്ത് ദീസ് ഐറ്റംസ് ദ ടോട്ടൽ എമൗണ്ട് കെയിം അപ്പ് ടു ₹2,900. ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് വിത്ത് ഹെർ. അവൾ ഇത് വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ എന്ത് കൂടി വാങ്ങി? ഒരു ബാഗും കൂടി വാങ്ങി. അപ്പോൾ അവൾ വാങ്ങിച്ചതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയായി? 2,900 എന്നായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇപ്പോൾ അവളുടെ കയ്യിൽ ബാക്കിയുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ 4,000 ആയിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട്. അവൾ ചിലവഴിച്ചത് 2,900 ആണ്. ബാലൻസ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് 4,000-ൽ നിന്ന് 2,900 കുറയ്ക്കുക. ആൻസർ കിട്ടുന്നത് 1,100 എന്നാണ്. ആക്ടിവിറ്റി 4, ഈ ഒരു മോഡൽ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് ഒക്ടോബർ 2025 ഒരു കലണ്ടറാണ് തന്നിട്ടുള്ളത്. ഇവിടെ 2-ാം തീയതി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വ്യായം തേഴ്സ്ഡേ ആണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദീപാവലി എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് വിച്ച് ഈസ് ദ ഡേറ്റ് ഓഫ് ദി ഫസ്റ്റ് വെനസ്ഡേ ഇൻ ഒക്ടോബർ. ഒക്ടോബറിലെ ആദ്യത്തെ ബുധനാഴ്ച ഏത് ഡേറ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വ്യായം 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യായത്തിൻ്റെ മുൻപേ ഉള്ളത് ബുധൻ, വെനസ്ഡേ, അന്ന് ഡേറ്റ് 1 ആയിരിക്കും. സോ ഡേറ്റ് വരുന്നത് ഒക്ടോബർ 1 ആണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേറ്റ് ഈസ് ദീപാവലി ഇൻ കലണ്ടർ. കലണ്ടറിൽ ദീപാവലി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതാണ് ഡേറ്റ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ബുധനാഴ്ച വെനസ്ഡേ ഡേറ്റ് 1 ആണ് വരുന്നതെന്നറിയാം. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വെനസ്ഡേ എന്തായിരിക്കും? 8 ആയിരിക്കും. കാരണം അതിനോട് +7 ചെയ്താൽ മതി. ഇനി 8 കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് +7 ചെയ്യുക, 15 കിട്ടി. എഗെയിൻ അതിൻ്റെ താഴെയുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് +7 ചെയ്യുക. അപ്പോൾ നമുക്ക് 22 എന്ന് കിട്ടി. ഇവിടെ ദീപാവലിയുടെ ഡേറ്റ് ആണ് കാണേണ്ടത്. ബുധനാഴ്ചയാണ് 22 വരുന്നത്, മൺഡേ ആണ് ദീപാവലി.
സോ നമുക്ക് ബുധന് 22 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ചൊവ്വ ട്യൂസ്ഡേ 21 ആണ്, മൺഡേ 20 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒക്ടോബർ 20 ആണ് ദീപാവലി. ഇനി സി ക്വസ്റ്റ്യൻ, നവംബർ 1 ഈസ് സാറ്റർഡേ. നവംബർ 1-ാം തീയതി എന്താണ്? സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ നവംബർ 9 ഏതാണ് ദിവസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നവംബർ 1 ശനിയാണെങ്കിൽ 1+7 നവംബർ 8 എന്തായിരിക്കും? ശനിയായിരിക്കും. നവംബർ 8-ാം തീയതി ശനിയാണെങ്കിൽ നവംബർ 9 എന്താണ്? ഞായറാണ്. ഉത്തരം സൺഡേ ആണ്. നവംബർ 9 സൺഡേ ആണ് വരുന്നത്. അടുത്തത് ചോദ്യം ഡി, ഡിസംബർ 1 ഈസ് മൺഡേ. ഹൗ മെനി മൺഡേസ് ആർ ദർ ഇൻ ദി മന്ത് ഓഫ് ഡിസംബർ? ഡിസംബർ 1-ാം തീയതി മൺഡേ ആണ്. എങ്ങനെയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ എത്ര മൺഡേകൾ, എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടെന്നാണ്. ഡിസംബർ 1 മൺഡേ ആണെങ്കിൽ 1+7 ചെയ്യുക, അപ്പോൾ ഡിസംബർ 8 കിട്ടും. ഡിസംബർ 8ഉം തിങ്കളാഴ്ചയായിരിക്കും. ഇനി 8നോട് 7 കൂട്ടുക, ഡിസംബർ 15 കിട്ടും. അന്നും തിങ്കളാഴ്ചയായിരിക്കും. 15നോട് 7 കൂട്ടുക, അപ്പോൾ നമുക്ക് 22 കിട്ടും. അന്നും മൺഡേ ആണ് വരിക. ഇനി 22നോട് 7 കൂട്ടിയാൽ 29 കിട്ടും. അന്നും മൺഡേ ആണ്. ഡിസംബർ മാസത്തിൽ എത്ര തിങ്കളാഴ്ചയായി? 1, 8, 15, 22, 9 5 തിങ്കളാഴ്ചകളാണ് ഡിസംബർ മാസത്തിലുള്ളത്. ഈ ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ ഗിവൺ ബിലോ. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഫ്രം ദീപാവലി ടു ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഒക്ടോബർ? ദീപാവലി മുതൽ ഒക്ടോബറിലെ ലാസ്റ്റ് ഡേറ്റ് വരെ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. ഇവിടെ 20-ാം തീയതിയാണല്ലോ ദീപാവലി വരുന്നത്, നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഒക്ടോബറിൽ 31 വരെയാണ് ഡേറ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 20 മുതൽ 31 വരെ എത്ര ദിവസങ്ങളുണ്ട്? 20 മുതൽ 31 വരെ 12 ദിവസങ്ങളാണുള്ളത്. ആൻസർ വരുന്നത് 12. അടുത്തത് 5 ആണ്, ആക്ടിവിറ്റി 5 ആണ്. എയും ബിയും ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഹൗ മെനി ബീഡ്സ് ആർ നീഡഡ് ടു ഗിവ് 36 ബീഡ്സ് ഈച്ച് ടു 4 പീപ്പിൾ? 4 ആൾക്ക് 36 ബീഡ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ബീഡ്സ് വേണം? 4 × 36 144 ബീഡ്സ് ആണ് വേണ്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, അനു ആൻഡ് ബിനു ഡിവൈഡഡ് 36 ബീഡ്സ് ആസ് 12 ഗ്രൂപ്പ്സ് ഓഫ് 3 ആൻഡ് 8 ഗ്രൂപ്പ്സ് ഓഫ് 2. റൈറ്റ് ദി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് 36 ആസ് ഷോൺ ബിലോ. അനുവും ബിനുവും 36-ന് എന്ത് എഴുതി? 12 × 3 എന്നും എഴുതി. ബിനു 18 × 2 എന്നും എഴുതി. ഇനി നമുക്ക് ഇതിനെ വേറെ 2 രീതിയിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം നമുക്ക് 36 ആണ് കിട്ടേണ്ടത്. നമുക്ക് 6 × 6 എന്ന് എഴുതാം. 6 × 6 36 ആണ്. പിന്നെ നമുക്ക് 9 × 4 എന്ന് എഴുതാം. 9 × 4 36 ആണ്. അടുത്ത ചോദ്യം സി, 9 × 8 = 72. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി റൈറ്റ് ആൻസർ റിലേറ്റഡ് ടു 11 × 8. 11 × 8 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 11 × 8 എത്രയാണ്? ഉത്തരം കിട്ടുക 88 ആണ്. നമ്മുടെ ആൻസർ 88 ആണ് വേണ്ടത്. എയിൽ പറയാണ് 72നോട് 9 കൂട്ടുക, അപ്പോൾ നമുക്ക് 88 കിട്ടുമോ? ഇല്ല, നമുക്ക് 1 ആണ് കിട്ടുക. ഇനി ബിയിൽ പറയാണ് 72നോട് 8 കൂട്ടുക, അപ്പോൾ നമുക്ക് 80 ആണ് കിട്ടുക. ഇനി പറയാണ് 2 പ്രാവശ്യം 72നോട് 8 കൂട്ടുക, അപ്പോൾ നമുക്ക് 88 കിട്ടി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി 5 ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേതെങ്കിലും 5 എയോ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ എന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സോ നെക്സ്റ്റ് ഏത് ടോപ്പിക്കിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.